إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു അതിഥിയെ റമദാൻ മാസത്തെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം, റമദാനിലെ വ്രതാനുഷ്ഠാനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട്: ബുനിയൽ ഇസ്ലാമു അലാ ഖംസത്ത്. ഇസ്ലാം 5 കാര്യങ്ങളിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അൻ യുവഹ്ദല്ലാഹു വ ഇഖാമസ് സ്വലാത്ത് വ ഇതാഇസ് സക്കാ വ സിയാമി റമദാൻ വൽ ഹജ്ജ്. അള്ളാഹുവിനെ ഏകനാക്കുക, അള്ളാഹുവിനെ മാത്രമായി ആരാധിക്കുക, അതുപോലെ തന്നെ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുക, സക്കാത്ത് നൽകുക, റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക, അതുപോലെ തന്നെ കഅബത്തിൽ പോയി ഹജ്ജ് നിർവഹിക്കുക. അപ്പോൾ ഇത് നമ്മുടെ നിർബന്ധമായ ബാധ്യതകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, നമുക്കറിയാം, ഈ വ്രതാനുഷ്ഠാനം എന്നുള്ളത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളുമായി അല്ലെങ്കിൽ തൗഹീദുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. നോമ്പിനെ അള്ളാഹുവിനോട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ആരാധനാകർമ്മങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി വളരെ ഇഖ്ലാസോടു കൂടിയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ഇങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് ആ ആരാധനാകർമ്മങ്ങൾ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുക. എന്നാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യപൂർവം അതിനെ അള്ളാഹുവിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അബീ ഹുറൈറ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉദ്ധരിക്കുകയാണ്: യഖൂലുല്ലാഹു അസ്സ വജൽ, നമ്മുടെ സൃഷ്ടാവായ അത്യുന്നതനായ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നാണ്: അസ്സൗമു ലീ വ അന അജ്സീ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. യദഉ ശഹ്വതഹു വ അക്ലഹു വ ശുർബഹു മിൻ അജ്ലി. അവൻ്റെ ഭക്ഷണം, അവൻ്റെ പാനീയം, അവൻ്റെ ദേഹേച്ഛകൾ, ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ് അവൻ ഉപേക്ഷിക്കുന്നത്. വസ്സൗമു ജുന്ന. നോമ്പ് ഒരു പരിചയമാണ്.
വലിസ്സായിമി ഫർഹത്താൻ, നോമ്പ് അനുഷ്ഠിക്കുന്നവന് രണ്ട് സന്തോഷ അവസരങ്ങളുണ്ട്, രണ്ട് സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഹീന യുഫ്തിർ, അവൻ തൻ്റെ രക്ഷിതാവിന് വേണ്ടി നോമ്പ് പൂർത്തിയാക്കിയ നോമ്പ് തുറക്കുമ്പോൾ അവനുണ്ടാകുന്ന അത്യുന്നതമായ ഒരു ആരാധനാകർമ്മം അള്ളാഹുവിന് വേണ്ടി നിർവഹിച്ച കഴിഞ്ഞ ഒരു വ്യക്തിക്കുണ്ടാകുന്ന സന്തോഷം. വഫർഹത്തുൻ ഹീന യൽക്കാ റബ്ബഹു, മറ്റൊന്ന് തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന അവസരത്തിൽ അവന് ലഭിക്കുന്ന സന്തോഷമാണ്. വല ഖലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, അള്ളാഹുവിൻ്റെ അടുക്കൽ നോമ്പുകാരന് ആ നോമ്പ് നോറ്റത് മൂലമുണ്ടാകുന്ന അവൻ്റെ വായയുടെ ഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ മിസ്കിനേക്കാൾ, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്നാണ്. അപ്പോൾ ഈ നോമ്പിനെ അള്ളാഹുവിനോട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. സാധാരണ നമ്മളൊരു കർമ്മം ചെയ്താൽ അതിന് 10 ഇരട്ടിയാണ് പ്രതിഫലം. അത് അള്ളാഹു 700 ഇരട്ടി വരെ വർദ്ധിപ്പിച്ചു നൽകും. എന്നാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന് അങ്ങനെ ഒരു പരിധി അള്ളാഹു പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ പ്രതിഫലം കണക്കില്ലാത്തതാണ്. അത് അള്ളാഹു ആ അടിമക്ക് നൽകുമെന്ന് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് അള്ളാഹുവിന് വേണ്ടി മാത്രമായി അനുഷ്ഠിക്കുന്ന, അടിമയും അള്ളാഹുവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആരാധനാകർമ്മമാണ്. മറ്റ് ആരാധനാകർമ്മങ്ങളൊക്കെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അനുഷ്ഠിച്ചു എന്ന് വന്നേക്കാം. ജനങ്ങൾ കാണാൻ വേണ്ടി നമസ്കരിക്കുന്നവരുണ്ടാകും. ജനങ്ങൾ തന്നെക്കുറിച്ച് ഉദാരനാണ് എന്ന് പറയുന്നതിന് വേണ്ടി സക്കാത്ത് നൽകുന്നവരും സദക്ക നൽകുന്നവരും ഉണ്ടായേക്കാം. എന്നാൽ ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചു എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. നോമ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ പോലും അവൻ യഥാർത്ഥത്തിൽ നോമ്പുകാരനാണോ എന്നുള്ളത് അള്ളാഹുവും ആ അടിമയുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് മാത്രം അതിനെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, നോമ്പിനെ കുറിച്ച് പറയുന്നതിനിടയിൽ അള്ളാഹു നമ്മോട് ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ ഫലസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ അവനോട് സമീപസ്ഥനാണ്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഫലസ്തജീബു ലി, അതുകൊണ്ട് അവൻ എന്നോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ അവർ എന്നോട് ചോദിക്കട്ടെ. വൽയുഅ്മിനൂ ബി, എന്നിൽ അവർ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ വിവേകശാലികളായേക്കാം, സന്മാർഗചാരികളായേക്കാം എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രാർത്ഥനകൾ അള്ളാഹുവിന് മാത്രമായിരിക്കണം. അള്ളാഹുവിനോട് ചോദിക്കുന്നവന് അവൻ നൽകും. അള്ളാഹു അവരോട് ഏറ്റവും സമീപസ്ഥരാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അതുകൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കുവാൻ അവൻ വളരെയധികം ബദ്ധശ്രദ്ധനായിരിക്കണം. ഇങ്ങനെ അള്ളാഹുവിലേക്കല്ലാതെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്ന യാതൊരു തരത്തിലുള്ള കാര്യവും അവനിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞിട്ടായി നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അപ്പോൾ ഈ നമ്മൾ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനകൾ ആരാധനകളാണ്. മാത്രമല്ല, എല്ലാ ആരാധനയിലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
നമ്മൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കുകയും അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് രക്ഷ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ശിക്ഷയെ നമ്മൾ ഭയപ്പെടുകയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ ആരാധനാകർമ്മങ്ങളും അള്ളാഹുവിനോടുള്ള ദുആയിൽ ഉൾപ്പെട്ടവയാണ്. ഇങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. ഒന്നുകിൽ അവൻ വളരെ പെട്ടെന്ന് നമ്മൾ ചോദിക്കുന്ന കാര്യം നമുക്ക് നൽകും, അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രതിഫലം പരലോകത്തേക്ക് അവൻ കാത്തു സൂക്ഷിച്ചു വെക്കും, അതല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഒരു തിന്മ നമ്മിൽ നിന്ന് മാറ്റിക്കളയും. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഉത്തരം ലഭിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും നമുക്കത് നഷ്ടമാകുന്നില്ല. ഈ പ്രാർത്ഥനകൾ ഒരുപക്ഷെ അള്ളാഹു നമുക്ക് ഇവിടെ നിന്ന് നൽകിയില്ലെങ്കിൽ പോലും പരലോകത്ത് ചെല്ലുമ്പോൾ അത് വമ്പിച്ച ഒരു നിധിയായി നമുക്ക് തിരിച്ചു നൽകും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രമായിരിക്കുക. ആ പ്രാർത്ഥനകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. നമ്മൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ്. അപ്പം ഇങ്ങനെ ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും നമ്മുടെ ഈ ലോകത്തെ ആവശ്യങ്ങളും പാരത്രികമായ കാര്യങ്ങളുമൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുവാനും നമ്മൾ ധാരാളമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല ആരാധനാകർമ്മങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചു കൊണ്ട് മാത്രമായിരിക്കണം. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയഖീമുസ് സ്വലാത്ത വയുത്തുസ് സക്കാ വദാലിക ദീനുൽ ഖയ്യിമ. നമ്മളെല്ലാവരും പഠിച്ച് മനപാഠമാക്കിയിട്ടുള്ള വചനമാണ്. അള്ളാഹുവിനെ നിഷ്കളങ്കമായി മതം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കി അവനെ ആരാധിക്കുവാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഋജുമാനസരായിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നതിനും സക്കാത്ത് നൽകുന്നതിനും വേണ്ടിയാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതത്ര ചൊവ്വായ മതം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനാകർമ്മങ്ങൾ വളരെ നിഷ്കളങ്കമായിരിക്കണം. വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ആരാധനാകർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത്. അങ്ങനെ നിർവഹിക്കുമ്പോഴാണ് അതിന് നമുക്ക് പ്രതിഫലം ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആരാധനാകർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി നിർവഹിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വമ്പിച്ച പ്രതിഫലം കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കും. ഈ രീതിയിൽ നോമ്പിനെ സമീപിക്കുവാനും വളരെ പ്രതിഫലേച്ഛയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പനുഷ്ഠിക്കുവാനും അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നോമ്പനുഷ്ഠിക്കുന്ന അതുമൂലം വമ്പിച്ച പ്രതിഫലം നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഒരിക്കലൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആമന ബില്ലാഹി റസൂലിഹി, ആരെങ്കിലും അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുകയും വ അഖാമസ്സലാത്ത വസാമ റമദാന കാന ഹക്കൻ അലല്ലാഹി അൻ യുദ്ഖിലഹുൽ ജന്ന, ആരെങ്കിലും അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കുകയും നമസ്കാരം അതിൻ്റെ മുറപ്രകാരം അനുഷ്ഠിക്കുകയും റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ബാധ്യതയായി അള്ളാഹു പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ നമുക്ക് ലഭിക്കാവുന്ന വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുക എന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമദാൻ ഇലാ റമദാൻ മുകഫിറാത്തും മാ ബൈനഹുന്ന ഇദാ ഇജ്തനബൽ കബായിർ. ഒരു 5 നേരത്തെ നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ, ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെ, അതിനിടയിലുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ് എന്നാണ്. വൻ പാപങ്ങൾ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ വൻ പാപങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകമായി തൗബ ചെയ്യുകയും പാപമോചനം തേടുകയും ചെയ്യേണ്ടതുണ്ട്. അതല്ലാത്ത ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടുവാൻ നമ്മുടെ നോമ്പനുഷ്ഠാനം നമുക്ക് കാരണമായിത്തീരും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല ധാരാളമായി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുവാനും അള്ളാഹുവിലേക്ക് പക്ഷാതപിച്ച് മടങ്ങുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു പാപമോചനം തേടുന്നവരെ ഇഷ്ടപ്പെടുന്നു, ശുദ്ധി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ നിഷ്കളങ്കമായി നമ്മുടെ പാപങ്ങൾക്കെല്ലാം അള്ളാഹുവിനോട് പാപമോചനം തേടുവാനും തൗബ ചെയ്യുവാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പാപത്തിന് തൗബ ചെയ്യുമ്പോൾ പല നിബന്ധനകളും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആ പാപത്തെക്കുറിച്ച് നമുക്ക് ഖേദമുണ്ടായിത്തീരണം. അത് ചെയ്തു പോയതിൽ ദുഃഖം വേണം. മാത്രമല്ല അതിനി ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം വേണം. അതിൻ്റെ എല്ലാവിധ അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയണം. ഇങ്ങനെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കണം. മറ്റുള്ളവരുടെ ഹക്കുമായി ബന്ധപ്പെട്ട വല്ല പാപങ്ങളുമാണെങ്കിൽ അത് കൊടുത്തു വിട്ടണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ പാലിച്ച് അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ പാപങ്ങൾക്കും പാപമോചനം തേടുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഈ നോമ്പിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമദാനിൽ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുക, നമ്മൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കുക, അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥനകൾ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുക. മനുഷ്യരായ നമ്മൾ ധാരാളം പാപങ്ങൾ ചെയ്തു പോകുന്ന ആളുകളാണ്. രാത്രിയും പകലിലുമൊക്കെ നമ്മൾ പാപങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം പാപങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവയായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മിൽ നിന്ന് വന്നു പോകുന്നതായിരിക്കാം. ഇവയെല്ലാം തന്നെ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുകയും
പ്രാർത്ഥിക്കുകയും പാപമോചനത്തിനു വേണ്ടി അർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഈ റമദാനിനെ വിശ്വാസത്തോടു കൂടിയും ഇഖ്ലാസോടു കൂടിയും സമീപിക്കുവാനും അതിൽ സ്വീകരിക്കപ്പെടുന്ന നോമ്പ് അനുഷ്ഠിക്കുവാനും അതുമൂലം പാപങ്ങൾ പൊറുക്കപ്പെട്ട് നിന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഇടം നേടുവാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ. ഈ ലോകത്തും പരലോകത്തും വിജയം വരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. ഞങ്ങളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾക്ക്, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവർക്കും അല്ലാത്തവർക്കുമൊക്കെ നീ അവരുടെ അസുഖം ഭേദമാക്കി കൊടുക്കുകയും ഇനിയും ധാരാളം സൽക്രമങ്ങൾ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കും അവർക്കും നീ അനുഗ്രഹം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ഗുരുനാഥന്മാർ, മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ എല്ലാവർക്കും അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കുകയും നിന്റെ ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് അവരോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.